ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരു വ്യക്തി മുസ്ലിം ആവണമെങ്കിൽ ഈ രണ്ട് സാക്ഷ്യ വചനങ്ങൾ ശരിക്കും മനസ്സിലാക്കി മനസ്സിലുറപ്പിച്ച് അവൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കണം. ഈ രണ്ട് സാക്ഷ്യവചനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് എതിരായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകും, പിന്നെ അവൻ മുസ്ലിം അല്ല. ഈ സാക്ഷ്യവചനങ്ങളിൽ ഒന്നാമത്തേത് അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, എൻ്റെ അറിവും എൻ്റെ ബുദ്ധിയും എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനും ഇല്ല. അല്ലാഹു ആരാധ്യനാണ് എന്നല്ല, അല്ലാഹു അല്ലാത്ത മറ്റു മുഴുവൻ ആരാധ്യന്മാരെയും നിരാകരിക്കുന്ന സാക്ഷ്യവചനം. അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. മറ്റൊരു ആരാധ്യനും ആരാധനക്കർഹരായി മറ്റാരുമില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്, വിശ്വാസം കൊണ്ട്, എല്ലാം കൊണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യവചനം. രണ്ടാമത്തേത് വഅഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ്. എങ്ങനെ മനുഷ്യൻ ജീവിക്കണം എന്ന് പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ ദൂതനാണ്, പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ രണ്ട് സാക്ഷ്യവചനങ്ങളും കേവലം ഒരു വിശ്വാസമല്ല, അത് ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ സാക്ഷ്യവചനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ സാക്ഷ്യവചനം, അതെങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ടത്? ജീവിതം കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന്, ആരാധനകൾ ഉണ്ടാവണം. രണ്ട്, ആ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാവണം. അള്ളാഹുവിൻ്റെ പ്രീതിക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ്റെ കൽപ്പന പ്രകാരമാവണം മുഴുവൻ ആരാധനാ കർമ്മങ്ങളും. അല്ലാത്ത മറ്റാരുടെയെങ്കിലും ഇഷ്ടത്തിനോ പ്രീതിക്കോ തൃപ്തിക്കോ കോപത്തിൽ നിന്നോ ശിക്ഷയിൽ നിന്നോ രക്ഷപ്പെടാനോ ഒരു ആരാധനാ കർമ്മവും ഞാൻ നിർവഹിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാ ആരാധനകളും അത് അള്ളാഹുവിന് മാത്രമായിരിക്കും, മറ്റൊരു ആരാധ്യൻ എനിക്ക് ഇല്ല എന്ന് എൻ്റെ ജീവിതം കൊണ്ട്, ആ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലൂടെ, ആരാധനകളിലൂടെ ഞാൻ സ്ഥാപിക്കണം. അതാണ് ഒന്നാമത്തെ സാക്ഷ്യവചനം. രണ്ടാമത്തേത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണ്. ദൂതൻ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശവുമായി, ഒരു കാര്യവുമായി ഒരാളെ നമ്മൾ പറഞ്ഞയക്കുക, അയാളാണ് ദൂതൻ, മെസ്സഞ്ചർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതനാണ്. ആരുടെ ദൂതനാണ്? അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹു ഒരു സന്ദേശവുമായി പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരിലേക്ക്? എന്നിലേക്ക്, നിങ്ങളിലേക്ക്, എല്ലാ മനുഷ്യരിലേക്കും.
എന്താണ് അള്ളാഹു പറഞ്ഞയച്ച സന്ദേശം? സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഞാൻ, നിങ്ങൾ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും എങ്ങനെ ജീവിക്കണമെന്ന ആ പാഠമാണ് അള്ളാഹു ആ പ്രവാചകനിലൂടെ പറഞ്ഞയച്ചത്. അത് വെറും വിശ്വസിച്ചാൽ പോരാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെന്തോ അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിന്റെ പ്രാവർത്തിക രൂപം. ഇത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുമ്പോഴേ ഈ സാക്ഷ്യവചനം അവന്റെ ജീവിതത്തിൽ സാധുവാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സാക്ഷ്യവചനം യാഥാർത്ഥ്യമാവുകയില്ല. എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ഈ പ്രവാചകനിലൂടെ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. അതാണ് ഇതിൻ്റെ ആശയം. നോക്കൂ, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ ആതാകുമുർ റസൂലു. ഈ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത്, ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കണം, അത് നിങ്ങൾ ചെയ്യണം, പറയണം. എന്ത് ചെയ്യണമെന്നാണോ പ്രവാചകൻ കൽപ്പിച്ചത് അത് നിങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കണം. ഫഖുദൂഹു, അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു, എന്തിൽ നിന്നൊക്കെയാണോ ആ പ്രവാചകൻ നിങ്ങളെ തടഞ്ഞത്, അത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ എന്തൊക്കെയാണോ ആ പ്രവാചകൻ നിങ്ങൾക്ക് തടഞ്ഞത്, ഫൻതഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ആ പ്രവാചകൻ എന്തു ചെയ്യണമെന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അത് സ്വീകരിക്കുക, അത് ചെയ്യുക. ആ പ്രവാചകൻ എന്തിൽ നിന്നാണോ നിങ്ങളെ വിലക്കിയത്, ഫൻതഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ നന്നായി സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നോക്കൂ, റബ്ബിന്റെ ഒരു കൽപ്പന. എന്താ കൽപ്പന? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ആ പ്രവാചകൻ എന്ത് കൊണ്ടുവന്ന് തന്നോ അത് സ്വീകരിക്കിൻ, അത് പ്രവർത്തിക്കിൻ, അത് നടപ്പാക്കിൻ. വമാ നഹാകും അൻഹു, എന്തിൽ നിന്നാണോ ആ പ്രവാചകൻ നിങ്ങളെ തടഞ്ഞത്, ഫൻതഹു, അത് നിങ്ങൾ വർജിക്കുവിൻ, നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഈ കൽപ്പന പറഞ്ഞ ശേഷം ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്ന രൂപം നോക്കൂ, വത്തഖുല്ലാഹ. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു നിസ്സാര കാര്യമല്ല, ഒരു ശാഖാപരമായ കാര്യമല്ല, ഒരു അങ്ങനെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. വത്തഖുല്ലാഹ, അള്ളാഹുവിനെ ശരിക്കും സൂക്ഷിച്ചോളണം. കാരണം ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ട്, ഇഖാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നവന്ന. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചാൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. ഇതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. കാര്യം ഒന്നുകൂടി വ്യക്തമാണ്. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് മതം, എന്താണ് മതം എന്ന ചോദ്യത്തിന് അവന് പറയാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ മറുപടി, പ്രവാചകൻ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചോ, പ്രവാചകൻ എന്തൊക്കെ ചെയ്യരുതെന്ന് പഠിപ്പിച്ചോ, അതിൻ്റെ ഒരു കൂട്ടമാണ് മതം എന്ന് പറയുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയാം, വമൻ യുതിഇല്ലാഹ വറസൂലഹു, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ആരാണോ പിൻപറ്റുന്നത്, അനുസരിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഫഖദ് ഫാസ, ഫാസ എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്നാണ്. ഫൗസൻ എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്. അളീം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ. അപ്പൊ ഫഖദ് ഫാസ
ഫൗസൻ അലീമ, അവൻ ഏറ്റവും വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു. ചെറുതല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ വിജയം. അത് വേൾഡ് കപ്പ് കിട്ടലൊന്നല്ല. ആ വിജയം ഏതാ? നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കാൻ, അവരെ പിൻപറ്റി അവരുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. പ്രവാചകനെ പിൻപറ്റുക, ആ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യുക. നോക്ക്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അത് നമ്മുടെ എല്ലാവരും വിശ്വാസത്തിന്റെ അടിസ്ഥാന. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യന് മുസ്ലിം ആവാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടമാക്കുക? അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടത്? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ. ശ്രദ്ധിക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഹുബ്ബ് സ്നേഹം, ഇഷ്ടം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഫത്തബിഊനി, നബിനോട് പറയാം, നബിയെ നീ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തും ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നും നിങ്ങൾ എന്നെ പിൻപറ്റുമ്പോൾ അതിന്റെ പേരാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അങ്ങനെ അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, തെറ്റുകളില്ലാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. അത് ചെറുതും വലുതും ഒക്കെ ആവാം. ആ തെറ്റുകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹുവിന് ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്താ അറിയോ? ആ വ്യക്തിയുടെ തെറ്റുകൾ അള്ളാഹു തആല ക്ഷമിക്കും എന്നതാണ്, പൊറുക്കും എന്നതാണ്. അപ്പൊ അള്ളാഹുവിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ആ പൊറുക്കുന്നവനായ, മാപ്പ് തരുന്ന, കരുണാനിധിയായ ആ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു ക്ഷമിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യണം, പ്രവാചകനെ പിൻപറ്റണം. നോക്കൂ, അള്ളാഹു വീണ്ടും പറയാൻ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ, അഥവാ ആണോ പെണ്ണോ, ഈമാനിലും ഇസ്ലാമിലൊന്നും ആൺ പെൺ വ്യത്യാസങ്ങളില്ല കേട്ടോ, ഒരേപോലെ. ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു സത്യവിശ്വാസി സത്യവിശ്വാസിനി, അവർക്ക് രണ്ടുപേർക്കും അധികാരമില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അള്ളാഹുവും റസൂലും നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പനയിൽ ഒരു സെലക്ഷൻ, അത് ഞാൻ ചെയ്യണോ, അത് വേണ്ട, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, അത് ഞാൻ ചെയ്താൽ അതെനിക്ക് മോശം, ഞാൻ ഇങ്ങനെ ചെയ്തോളാം. അങ്ങനെ അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഒരു കാര്യത്തിനെ മാറ്റിവെച്ച് അതിന് പകരം മറ്റൊരു കാര്യം സ്വയം തെരഞ്ഞെടുക്കാൻ ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ അധികാരമില്ല. വമൻ യഗ്സില്ലാഹ വറസൂലഹു, ശ്രദ്ധിക്കണം. അങ്ങനെ അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിനങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അത് ശരിയാവില്ല, എന്നിട്ട് ശരിയാവുന്ന വേറെ ഒരു കാര്യം നമ്മൾ സ്വയം തെരഞ്ഞെടുത്താൽ അതിന്റെ വിവക്ഷ എന്താ അറിയോ? അവൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ധിക്കരിച്ചു എന്നാണ്. വമൻ യഗ്സില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിച്ചാൽ ഫഖദ് വല്ല വലാലം ബഈദാ വലാലം മുബീന, അവൻ വളരെ വ്യക്തമായ വഴികേടിലാണെന്ന. മഞ്ചേരിക്ക് പോകേണ്ട ഒരാള് ഇങ്ങനെ ആ പള്ളിക്കുത്ത് കൂടെ പോയാൽ, അകമ്പാർത്ത് കൂടെ പോയാലൊക്കെ ചിലപ്പോൾ മഞ്ചേരിക്ക് എത്താം.
പക്ഷെ ഒരാൾ നേരെ വൈക്കടവൻ ചുരം കയറിയിട്ട് മഞ്ചേരിക്ക് പോകുക പറഞ്ഞാൽ ആ പോക്ക് ഭയങ്കര പേച്ച വഴിയല്ലേ. അതല്ല പറഞ്ഞേ, അവൻ വളരെ വ്യക്തമായ ഒരിക്കലും തിരിച്ചെത്താൻ സാധിക്കാത്ത വഴികേടിലാണ് അവൻ എത്തിയിരിക്കുന്നത്. ആര്? അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന ഒരു കാര്യത്തിൽ ഉണ്ടായിട്ട് അത് ശരിയാവില്ല, അതിനേക്കാൾ നല്ല ഇതാണ് എന്ന് പറഞ്ഞൊരു ചോയ്സ്. മരണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അനന്തരാവകാശ സ്വത്ത്, അത് ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ അനന്തരാവകാശ സ്വത്ത് ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ ശരിക്കുള്ള കണക്ക് അണപ്പൈ തീർത്ത് ഖുർആനും ഹദീസും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു തരി പോലും കണക്കപ്പെടാതെ പോകില്ല, ഫുള്ള് കണക്കിലുണ്ട്. പക്ഷേ ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്വത്ത് മക്കൾക്കാണ് വീതിക്കും. അവരിഷ്ടപ്പെട്ട പോലെ എല്ലാവർക്കും തുല്യമായിക്കോട്ടെ, ആണും പെണ്ണിനും ഒരേപോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ നടക്കൂലേ, കുട്ടികൾ തല്ലൂടാതൊക്കെ നല്ല ഇതാണ്. അള്ളാന്റെ റസൂലിന്റെ നിയമം പുറത്ത്, നമ്മളെ നിയമമാണ് അതിനേക്കാൾ വലുത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവരായി. അങ്ങനെ ധിക്കരിച്ചവരുടെ അവസ്ഥ എന്താ പറയുക? അങ്ങനെ ഒരുത്തൻ ധിക്കാരം കാണിച്ചാൽ തിരിച്ചു വരാൻ പറ്റാത്ത വിധം അവൻ വഴികേടിലേക്ക് പോകുന്ന, പിന്നെ തിരിച്ചെത്താൻ അവനെ കൊണ്ട് കഴിയില്ല. അപ്പോ ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് കൽപ്പിച്ചോ അത് പിൻപറ്റുക. ചെയ്യാൻ പറഞ്ഞേ ചെയ്യുക, ചെയ്യരുത് എന്ന് പറഞ്ഞേ ചെയ്യാതെക്കുക. നോക്ക്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങൾ പഠിക്കണം കേട്ടോ, എന്താ വിഷയം എന്നറിയോ? ഇപ്പോ പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിറകിലായി. എന്നാൽ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ കാര്യങ്ങളെയും വക്രീകരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ആഴത്തിൽ പഠിക്കുകയാണ് കാര്യങ്ങൾ. എന്നിട്ട് അവര് ആഴത്തിൽ പഠിച്ച് നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പകച്ചു പോകുക. അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ, എനിക്കത് അത്രയൊന്നും അറിയില്ലേ. അറിയാത്തത് നമ്മളെ സ്വന്തം കുറ്റാട്ടോ. ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് അറിവില്ല എന്നത് നമ്മുടെ മാത്രം കുറ്റാണ്. അതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രം. അതുകൊണ്ട് കാര്യങ്ങൾ അറിയുമ്പോഴേ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം സ്വർഗത്ത് പോകാൻ എന്ന് പറയാൻ അത് ശരിയല്ല. അതൊക്കെ അന്നൊക്കെ പറയാം, ഇപ്പൊ കാലം മാറിയില്ലേ. എന്നിട്ട് നമ്മൾ നമ്മുടേതായ ഒരു നയം അവിടെ ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തെ നിങ്ങൾക്ക് അറിയും അല്ലേ? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലുൽ ജന്ന യൗമൽ ഖിയാമ ഇല്ലാ മൻ അബാ. ഒരേ സമയം ഏറെ സന്തോഷിപ്പിക്കുന്നതും ഏറെ ഭയപ്പെടുത്തുന്നതുമായ പ്രവാചകന്റെ ഒരു വചനാണ്. എന്താ അർത്ഥം എന്നറിയോ? എൻ്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണല്ലോ നമ്മളൊക്കെ, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും ഖിയാമത്ത് നാളിൽ. ഓ, ഇതിലേറെ സന്തോഷമുള്ള വാക്ക് എന്താ കിട്ടാള്? പക്ഷേ അതിനെ ചേർത്ത് പറഞ്ഞത് ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. അബാ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു, അത് ചെയ്യൂല, അതിന് മടിച്ചു. ഇബിലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ പിന്നെ വിസമ്മതിച്ചപ്പോ അവിടെ പ്രയോഗിച്ച പദം ഇതാണ്, ഇല്ലാ ഇബ്ലീസ് അബാ, അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു. അപ്പോ എന്റെ സമൂഹം, എന്റെ ഉമ്മത്ത് മുഴുവനും ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലെത്തും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ഖാലൂ, ഇത് കേട്ടുകൊണ്ടിരുന്ന സഹാബത്ത്, നിങ്ങളെപ്പോലെ ഇത് കേട്ടുകൊണ്ടിരുന്ന സഹാബത്ത് ചോദിച്ചു, മയ്യബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബാ എന്ന് പറഞ്ഞാൽ, വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞാൽ അവരാരാണ് നബിയെ? ആ ദൗർഭാഗ്യവാന്മാരാരാണ്? ഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആര് എന്നെ അനുസരിച്ചോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഞാൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ആര് എന്നെ അനുസരിച്ചോ, ദഖലൽ ജന്ന,
അവരെൻ്റെ ഉമ്മത്താണ്, അവർ സ്വർഗത്തിലാണ്. വമൻ അസാനി, വമൻ അസാനി, ആര് എന്നെ ധിക്കരിച്ചോ, എൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ച്, ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ, ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ആര് ധിക്കാരം പ്രവർത്തിച്ചോ, ഫഖദ് അബാ, അവരാണ് വിസമ്മതിച്ചവർ. അവൻ വിസമ്മതിച്ചു, നരകത്തിലാണ്, അല്ലാത്തവരൊക്കെ സ്വർഗത്തിലാണ്. അല്ലേ? അപ്പോ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ കൃത്യമായ വഴി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. നോക്കൂ, അനിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടോ, അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബ്ഇദുകും മിനൻ നാരി ഇല്ലാ ഖദ് അമർതുകും ബിഹി. ശ്രദ്ധിക്കണം, ഞാൻ വാക്കർത്ഥം പറയാതെ പെട്ടെന്ന് പറഞ്ഞു പോകാം, സമയം. എന്താ പറഞ്ഞറിയോ? സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണോ പടച്ച റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്ന വയുബ്ഇദുകും ഫിന്നാരി ഇല്ലാ ഖദ് അമർതുകും ബിഹി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതിരുന്നിട്ടില്ല. ഏത്? സ്വർഗം കിട്ടാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ ഇന്നതുന്നതാണ്, അത് ചെയ്യണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതുന്നതുമാണ്, അത് നിങ്ങൾ ചെയ്യണം. ആ സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനും എന്തൊക്കെ കാര്യമാണോ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് അത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർന്നില്ല. വലൈസ ഷൈഉൻ യുഖർരിബുകും മിനൻ നാരി വയുബ്ഇദുകും മിനൽ ജന്ന ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടും. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ വേഗം നരകത്തിലെത്തും. ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണോ അത്തരം കാര്യങ്ങളായി അള്ളാഹു നിശ്ചയിച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാണ് റസൂല് കൃത്യം പറഞ്ഞത്. നരകത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യങ്ങൾ അതും പറഞ്ഞ്, എന്നിട്ട് പ്രവാചകൻ പറയണേ, ഇത് പറഞ്ഞു തരാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല. കൃത്യമായിട്ട് ഒന്നും ബാക്കിയില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മഹുല്ല, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരു ഇമാമാണല്ലോ മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക്, അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം, അതായത് സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ചെയ്യണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, ആ കാര്യം ചെയ്ത് നമുക്ക് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, ഇങ്ങനൊരു കാര്യമുണ്ട്, അത് ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്ന് റസൂല് എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ, അത് നമ്മൾ വിശ്വസിച്ചാൽ അവിടെ എന്താ സംഭവിക്കണറിയോ? നമ്മൾ പ്രവാചകനെ നിഷേധിച്ചു. എങ്ങനെ? ഇങ്ങനെ ഒരു കാര്യം സ്വർഗത്തിൽ പോകാൻ ഉണ്ടായിട്ട് പ്രവാചകൻ അത് നമുക്ക് പറഞ്ഞു തരാതെ പോയി. ഒന്നുകിൽ പ്രവാചകൻ മനഃപൂർവ്വം അത് മറച്ചു വെച്ചു, അല്ലെങ്കിൽ പ്രവാചകന് തെറ്റുപറ്റി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? ആ പറഞ്ഞ മനസ്സിലായില്ലേ? സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ള പറയാ. എന്നിട്ട് റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു കാര്യം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു അവിടെ ഒറ്റ ഉറുപ്പ്യ ബാക്കിയില്ല, മുഴുവൻ പൈസയും ഞാൻ നിങ്ങൾക്ക് കൊടുത്തു തന്നിക്കണ്, ഞാൻ അവിടെ ഒന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു 500 നോട്ട് കണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ആ മൗലവി ആളുകൾ കേടില്ലല്ലോ, ഇതുപോലെ ഉണ്ടായിട്ട് നമുക്ക് തരാതെ പാത്തിച്ചില്ലേ എന്നല്ലേ എൻ്റെ അർത്ഥം? ഇമാം മാലിക് കൃത്യമായിട്ട് പറഞ്ഞ് റഹ്മഹുല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴും
അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ വിശദീകരിക്കാതെ ആയത്തുകളിലൂടെ തന്നെ പോവാണ്. നോക്കൂ, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ബിഹി ഫഹുവ റദ്ദുൻ. ശ്രദ്ധിക്കും, ആയിഷ ബീവി പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു. എന്താ പറഞ്ഞേ? മൻ അഹ്ദസ. അഹ്ദസ ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ആധുനികം, പുതിയത്, അല്ലെ? അലാസറുൽ ഹദീസ്, മോഡേൺ കാലഘട്ടത്തിന് പറയുന്ന പേര്. പുതിയത്, ആധുനികം, പുതിയതായിട്ട് ഉണ്ടാക്കുക. മൻ അഹ്ദസ, ആരെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ, ഫി അംരിനാ ഹാദ, നമ്മുടെ ഈ കാര്യത്തിൽ. കാര്യത്തിൽ? മതത്തിന്റെ കാര്യത്തിൽ. അല്ലാതെ ഇപ്പൊ കാറ് പുതിയതുണ്ടായിക്കോട്ടെ, വിമാനം പുതിയത്, വീട് പുതിയത്, അതല്ല വിഷയം. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറും. റസൂലുള്ളാഹി കാറിൽ യാത്ര ചെയ്തിരുന്നോ, തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്നോ, അത് നമ്മൾ ചെയ്യാൻ പറ്റുമോ, അതല്ല വിഷയം. ഈ മൻ അഹ്ദസ ഫി അംരിനാ ഹാദ, നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ദീനിന്റെ, മതത്തിന്റെ കാര്യത്തിൽ, മൻ അഹ്ദസ, ആരെങ്കിലും പുതിയത് ഉണ്ടാക്കിയാൽ, മാ ലൈസ ഫീഹി, അതിലില്ലാത്ത ഒരു കാര്യം പുതിയതായിട്ട് ആരെങ്കിലും അതിൽ ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ. റദ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് കുടിയേറിയ ഒരു പദമാണ് റദ്ദ്. കോടതി അറബിയിൽ നിന്ന് ഒരുപാട് പദങ്ങൾ കോടതിയിൽ കൂടെ, കോടതി ഭാഷകളിലൂടെ ആദ്യമായിട്ടൊരു ഒരു കൃത്യമായ ഒരു കോടതി സംവിധാനം മുസ്ലിങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട കുറേ പദങ്ങൾ ഈ അറബി ഭാഷയിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ഭാഷയിലേക്ക്. അതിൽപ്പെട്ട ഒന്നാണ് റദ്ദ്. എന്താ അത്? റദ്ദാക്കിയെന്ന അർത്ഥം എന്താ? ആ ഉത്തരവ് റദ്ദാക്കി, അല്ലെങ്കിൽ ആ വിജ്ഞാപനം റദ്ദാക്കി പറഞ്ഞാൽ അത് തള്ളിന, അത് വലിച്ചെറിഞ്ഞുന. അപ്പൊ ഈ മതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയാൽ അത് നല്ലതോ ചീത്തയെന്ന് പ്രശ്നമല്ല, അത് പറഞ്ഞില്ല. ഈ മതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കി, ഒരാൾ തീരുമാനിക്കാണ്, ഒരു മഹല്ല് തീരുമാനിക്കാണ്, എല്ലാ ദിവസവും വെള്ളിയാഴ്ച 11 മണി മുതൽ 12 വരെ പള്ളിയിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ട്, അതുകൊണ്ട് എല്ലാ മഹല്ല് വാസികളും ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരണം. ആ ഒരു കൽപ്പനയുടെ വിധി എന്താ അറിയോ? ഫഹുവ റദ്ദുൻ. അതാര് എത്ര വലിയ ആളുണ്ടാക്കിയാലും ആ കൽപ്പനക്ക് സാധുതല്ല, അത് റദ്ദാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാം മതത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീന് അങ്ങനെ തന്നെ പഠിച്ച ആ സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ടോ? അവരോട് പ്രവാചകൻ അത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോക്ക്, കാല ഇർബാദ് ബിൻ സാരിയ സ്വല്ല ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം പ്രവാചകൻ ഞങ്ങളോടൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പ്രവാചകൻ പറയണേ, മയ്യഅ്ശ മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. നമ്മളെ പറ്റി പറഞ്ഞു കേട്ടോ. മയ്യഅ്ശ മിൻകും ബഅദി, എൻ്റെ കാലശേഷം ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത്, മുസ്ലിങ്ങൾ, ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്ന. പ്രവാചകന്റെ കാലത്ത് എന്താ പ്രശ്നം അറിയോ? ഏത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും പ്രവാചകന്റെ മുമ്പിലെത്തും, തീർക്കും. ഏതാണെങ്കിലും ഒരിക്കൽ ഒരു യാത്ര പോകുമ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്തെത്താതെ അസർ നിസ്കരിക്കരുത് പറഞ്ഞു. ആ സ്ഥലത്തെത്താതെ അസർ നിസ്കരിക്കരുത് എന്നിട്ട് പോലെ വിട്ട്. പക്ഷേ യാത്രയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ, അസറിന്റെ സമയമായപ്പോൾ ആ സ്ഥലത്ത് എത്തിയില്ല. അപ്പൊ ഞാനോട് പറയാം, പോകുമ്പോൾ മഞ്ചേരി എത്താതെ നിങ്ങൾ അസർ നിസ്കരിക്കരുത്. പക്ഷെ ഇടവണ്ണർ ബ്ലോക്ക് പെട്ട് നേരം വൈകി. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു അസറിന്റെ സമയം പോകൊണ്ട് നിസ്കരിക്കല്ലേ. വേറെ ചില ആൾക്കാർ പറഞ്ഞു, റസൂൽ പറഞ്ഞിട്ടില്ലേ മഞ്ചേരി എത്താതെ നിസ്കരിക്കരുതാണ്. രണ്ട് അഭിപ്രായമായി. പ്രവാചകന്റെ അടുത്ത് വരികയാണ് റസൂൽ, എങ്ങനെ രണ്ട് അഭിപ്രായം, ഏതാ ഇതിന്റെ ശരി, അല്ലേ? അങ്ങനെ ഏത് കാര്യത്തിലും അവർക്ക് ബദർ യുദ്ധത്തിൽ ബന്ദികളായിട്ട് ശത്രുക്കളെ പിടിച്ചപ്പോ എന്ത് ചെയ്യണം? പ്രായച്ചിത്തം വാങ്ങി മാപ്പ് കൊടുക്കണമെന്നൊരു വിഭാഗം, അല്ല കൊന്നു കളയണമെന്ന് വേറൊരു വിഭാഗം.
പ്രവാചകനുണ്ട് അവർക്ക് മുമ്പിൽ, അതുകൊണ്ട് തീരുമാനമാവും. പക്ഷെ പ്രവാചകന്റെ കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ മതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന എന്നാലോ അവൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആളുകൾ കുടുങ്ങൂലേ, ഇടങ്ങേറാവൂലേ, എന്താ ചെയ്യാ? ഇതാ മാർഗം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇ മിൻ ബഅദി അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ ചര്യ നോക്കണം. ഞാൻ എൻ്റെ ചര്യയിൽ ജീവിതകാലത്ത് അങ്ങനെ ചെയ്തോ പറഞ്ഞോ കൽപ്പിച്ചോ നോക്കണം. അതേപോലെ എൻ്റെ പിൻകാലക്കാരായ സച്ചരിതരായ ഖുലഫാഉർ റാഷിദ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സച്ചരിതരായ ഈ പ്രവാചകന്റെ പിൻഭാഗികൾ, അവരുടെ ചര്യങ്ങൾ നോക്കണം. അതിലുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? അത് കിട്ടിക്കഴിഞ്ഞാൽ അള്ളു അലൈഹാ ബിന്നവാജിദി, നിങ്ങൾ അണപ്പല്ലുകൊണ്ട് അതിങ്ങനെ കടിച്ച് മുറുക്കി പിടിക്കണം. ഒരു കാരണത്താലും വിടരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നഷ്ടം വന്നാലും പിടിച്ചോളണം. കാരണം വയ്യാക്കും വമുഹ്ദസാത്തുൽ ഉമൂർ, പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫൈന കുല്ല ബിദ്അത്തിൻ ളലാല, പുതിയതായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പിഴച്ച വഴിയാണ്. ആ വഴി നരകത്തിലേക്ക് എത്തിക്കും അല്ലേ? അപ്പോൾ ഏതൊരു കാര്യം നമ്മുടെ മതത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ പാഠങ്ങൾ പഠിച്ച് അതുപ്രകാരം ജീവിച്ച ഉത്തമ നൂറ്റാണ്ടുകാരായ ഈ സലഫ് ഖുലഫാഉർ റാഷിദുകളുടെ അവരുടെ ചര്യയിൽ ആ കാര്യങ്ങളുണ്ടോ? സ്വഹാബത്തിന്റെ ചര്യയിലുണ്ടോ? അതാണ് ആ കാര്യം ചെയ്യാനുള്ള നമ്മുടെ മാനദണ്ഡം. അതിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മതത്തിൻ്റെ ഭാഗമല്ല. പള്ളികളും നാടുകളുമൊക്കെ പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി അണിഞ്ഞൊരുങ്ങി വലിയ ഒരു ആഘോഷത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായും നിരീക്ഷിക്കുക. വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം ആയത്തുകളിൽ എവിടെയെങ്കിലും അത്തരമൊരു ആഘോഷം ആചാരമാക്കാൻ, അനുഷ്ഠാനമാക്കാൻ, ആഘോഷിക്കാനുള്ള കൽപ്പനയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ പ്രവാചകത്വ ജീവിതത്തിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു ആഘോഷത്തിന്റെ കൽപ്പന ഉണ്ടാവുകയോ ആഘോഷിക്കുകയോ ചെയ്തോ? ഈ സച്ചരിതരായ 4 ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും അവരുടെ ഭരണകാലമായ 30-40ഓളം കൊല്ലത്തോളം വരുന്ന ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലഘട്ടത്തിൽ എവിടെയെങ്കിലും ആ ഭരണത്തിൽ ഒരു കൽപ്പനയെങ്കിലും ഉണ്ടായോ? ചെറിയ രൂപത്തിലെങ്കിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ? പ്രവാചകന്റെ ജീവനെപ്പോലെ സ്നേഹിച്ച, പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ ഭാര്യമാർ, സ്വഹാബികൾ, അവർ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ പ്രവാചകൻ ജനിച്ച ദിവസം ഒരു പ്രത്യേകമായ ഒരു ബൈത്തോ ഒരു റാലിയോ പ്രത്യേകമായ ഒരു മധുഹോ പ്രവാചകന്റെ ജന്മദിനമാണല്ലോ എന്നുള്ള നിലക്ക് അവർ ആചരിച്ചോ അനുഷ്ഠിച്ചോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആചാരമാകണം, അനുഷ്ഠാനമാകണം. ഇല്ലെങ്കിൽ അത് മതത്തിൽ പുതിയതായി ഉണ്ടാക്കിയ കാര്യമാണ്. അത് വർജിക്കണമെന്ന പ്രവാചകന്റെ കൽപ്പന പിൻപറ്റുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.